ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. അപ്പം പിന്നീട് നമുക്ക് ആവശ്യമായി വരുന്നത് ചോറാണ്. അപ്പം ഒരു 4 ടേബിൾ സ്പൂൺ വെളുത്ത ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മട്ടരിയുടെ ചോറായാലും മതി. പിന്നീട് 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനുശേഷം പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 തേങ്ങയുടെ വെള്ളം തലേന്ന് എടുത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് വെച്ചതാണ്. അപ്പം നമുക്ക് ഇതിന് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ തേങ്ങാ വെള്ളത്തിൽ മാത്രമാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ നമുക്കിത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ ഉണ്ട്. അപ്പം ഞാനിതിന് ഈസ്റ്റോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പത്തിനൊരു പുളി ഉണ്ടാവും. ഈ തേങ്ങാ വെള്ളം ഒഴിച്ച് നമ്മളിത് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും, പുളി രസമൊന്നും ഉണ്ടാവുകയില്ല. അപ്പം ഞാനിതങ്ങനെ ഒരു പ്രാവശ്യം അരച്ചു. അപ്പം 2ാമത്തെ പ്രാവശ്യം അരച്ചൊഴിച്ചു. പിന്നെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം എന്താ ഈ ഒരു പാകത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടോ, ഈ ഒരു ഇതിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ അരച്ചെടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇത് അടച്ചു വെച്ച് നമ്മൾ ഒരു ദിവസം വൈകുന്നേരം അരച്ച് വെച്ച് രാവിലത്തേക്ക് മാറ്റി വെക്കുക. അപ്പോൾ എന്താ രാവിലെയായി എടുത്ത് നോക്കുമ്പോഴത്തേനും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി ഭാഗമേ എനിക്ക് അരിമാവ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പൊങ്ങി വരുമ്പോഴത്തേക്കും നിറച്ചുമായിട്ടുണ്ട്. അപ്പം നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വെക്കുക. അപ്പം നമ്മൾ അരച്ച് വെക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം രാവിലെയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളിനി അടുത്ത പരിപാടി വെളിച്ചെണ്ണ തടുകലാണ്. ദോശക്കല്ലിൽ പിന്നെ നല്ല ചകിരിയുടെ ബ്രഷൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ, അതുകൊണ്ടാണ് തേക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. കല്ലൊന്ന് നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കുമ്പളമൊക്കെ പൊന്തി വരുന്നുണ്ട്. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റായ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാം തന്നെ അങ്ങനെ ചുട്ടെടുക്കുക. അപ്പം ഇതിന് നമുക്ക് നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് എത്ര കഴിക്കുന്നതെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കുക. അതുകൊണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ബാക്കിയുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ള പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ദോശയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം.